കഥ ശങ്കുണ്ണി മാമൻ. എടയാട്ടുപറമ്പിലെ കപ്പേളയുടെ അരികിലൂടെയുള്ള ശാന്തമായ വഴിയിലൂടെ പോവുകയായിരുന്നു ശങ്കുണ്ണി. അപ്പോഴാണ് വീതിയുള്ള തോടിനരികിൽ കുറച്ചു കുട്ടികൾ കളിക്കുന്നത് കണ്ടത്. ശങ്കുണ്ണിയെ കണ്ടപ്പോൾ കുട്ടികൾക്ക് കൗതുകമായി. അവർ ശങ്കുണ്ണിയെ വിളിച്ചു, മാമ മാമ, ഞങ്ങളുടെ കൂടെ കുറച്ചു സമയം കളിച്ചിട്ട് പോകാം. കുട്ടികളുടെ നിഷ്കളങ്കമായ ക്ഷണം കേട്ട് ശങ്കുണ്ണി അവരുടെ അടുത്തേക്ക് ചെന്നു. കുറച്ചു സമയം അവരുടെ കൂടെ ആടുകയും പാടുകയും ചെയ്തു. അപ്പോഴേക്കും കുട്ടികൾ കഥ പറയാനായി ശങ്കുണ്ണിയെ നിർബന്ധിച്ചു. ശങ്കുണ്ണി മാമ, ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞുതാ, കാട്ടിലെ മൃഗങ്ങളുടെ കഥ. ശങ്കുണ്ണി സന്തോഷത്തോടെ കഥ പറയാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു നിലവിളി ശബ്ദം കേട്ടത്. അയ്യോ രക്ഷിക്കണേ! കുട്ടികൾ എല്ലാവരും അങ്ങോട്ടോടി, കൂടെ ശങ്കുണ്ണിയും. ഈ സമയം ഒരു കുട്ടി തോട്ടിലെ വെള്ളത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുകയായിരുന്നു. ശങ്കുണ്ണി വേഗം തന്നെ തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മുണ്ടെടുത്ത് വെള്ളത്തിലേക്കിട്ടു. ആ കുട്ടി അതിൽ പിടിച്ച് മെല്ലെ മുകളിലേക്ക് വന്നു. അടുത്തെത്തിയപ്പോൾ ശങ്കുണ്ണി കൈകളെത്തിച്ച് അവനെ പിടിച്ച് പൊക്കി കരയിലെത്തിച്ചു. കുറച്ച് വെള്ളം കുടിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തതല്ലാതെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. കുട്ടികൾ കൂട്ടം കൂടി കളിച്ചു നിൽക്കുമ്പോൾ അത്തിപ്പഴം പറിക്കാൻ പോയിരുന്നവനാണ് കാൽ തെറ്റി വെള്ളത്തിലേക്ക് വീണത്. ശങ്കുണ്ണി മാമൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവന് അപകടമൊന്നും പറ്റിയില്ല. കുട്ടികളെല്ലാവരും ചേർന്ന് ശങ്കുണ്ണിയെ സന്തോഷം കൊണ്ട് പൊതിഞ്ഞു. ശങ്കുണ്ണി തിരികെ പോകുമ്പോൾ കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞു, ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരണേ ശങ്കുണ്ണി മാമ.